ബിഗ് ബോസിൻ്റെ ലൈവിൽ ഒനീൽ സാബുവും റെന ഫാത്തിമയും തമ്മിലുള്ള ഫൈറ്റ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. ഒനീൽ സാബു റെന ഫാത്തിമേനെ എടുത്തിട്ട് അലക്കുന്നുണ്ട്. റെന ഫാത്തിമ അത് അറിഞ്ഞുകൊണ്ട് ചൊറിഞ്ഞ് മേടിച്ചതാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ കിച്ചണിൽ ഒനീൽ സാബുവും രഞ്ജിത്ത് മുനിഷിയും ജിസയിലും കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരൊരു സ്പെഷ്യൽ പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത്. ജിസേലിൻ്റെ റെസിപ്പിയാണത്. ഓൾറെഡി അവർ ബിസി ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീട്ടിലുള്ള എല്ലാവർക്കും ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമതോളം ആൾക്കാർ മേടിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് റെന ഫാത്തിമ അങ്ങോട്ട് വരുന്നു. റെന ഫാത്തിമ എന്നിട്ട് ചോദിക്കുന്നു, ഞാനും ഒരു എണ്ണം ഉണ്ടാക്കിക്കോട്ടെ, എനിക്കൊരെണ്ണം പരത്തണം, എനിക്ക് ഒരെണ്ണം ഉണ്ടാക്കണം എന്ന് പറയുന്നു. അപ്പോൾ ഒനീൽ സാബു അത് സമ്മതിക്കുന്നില്ല. കാരണം ഇവിടെ ഓൾറെഡി ബിസി ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ അങ്ങനെ തരാൻ പറ്റത്തില്ല എന്ന് പറയുന്നു. അപ്പോൾ റെന ഫാത്തിമ അങ്ങോട്ട് കുത്തി മാറി കുറേ ഡയലോഗൊക്കെ അടിച്ച് അതിനെ ഞാൻ ഉണ്ടാക്കിയാൽ ഉണ്ടാകത്തില്ല, ഞാൻ പരത്തിയാൽ പരന്ന് വരത്തില്ലേ. അവസാനം റെന ഫാത്തിമ അതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ ജിസയിൽ ഒരു ബോൾ കൊടുത്തിട്ട് എന്നാൽ നീ ഇതുണ്ടാക്കിക്കോ, നീ വിഷമിച്ച് നിൽക്കണ്ട, നീ ഇതുണ്ടാക്കിക്കോ എന്ന് പറഞ്ഞ് റെനയ്ക്ക് കൊടുക്കുന്നു. റെന അത് പയ്യെ പരത്തുന്നു. അത് കഴിഞ്ഞ് കല്ലലിട്ടിട്ട് ചൂടുന്നു. അപ്പോഴത്തേനും ഒനീൽ സാബു അതിൽ ഇടപെട്ടു. നീ പരത്തിക്കോ, പക്ഷേ ഇത് ഉണ്ടാക്കുന്ന ഞാൻ ഉണ്ടാക്കിക്കോളാം, കാരണം ഗ്യാസേ തൊട്ടുള്ള കളി. അപ്പോൾ ഞങ്ങൾ കിച്ചൺ ഡ്യൂട്ടിക്കാർ ഞങ്ങളാണല്ലോ, ഗ്യാസിൻ്റെ കളികളൊക്കെ ഞങ്ങൾ തന്നെ നോക്കിക്കോളാം എന്ന് പറയുന്നു. അത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. റെനെ ഓൾറെഡി ആ ഒരു പൊറോട്ട മറിക്കാൻ തുടങ്ങുമായിരുന്നു. അപ്പോൾ ഒനീൽ സാബു പറയുന്നു, ഞാൻ മറിക്കുന്നൊക്കെ ഞാൻ മറിച്ചോളാം എന്ന് പറയുന്നു. അപ്പോൾ റെന ഫാത്തിമ അതേ കീറിയും പിടിച്ചു. അതെന്താ, ഞാൻ മറിച്ചാൽ മറിയത്തില്ലേ? ഞാൻ മറിച്ചാലും മറിയും ചേട്ടൻ എന്തിനാ ഈ മെയിൻ ആകാൻ വരുന്നത്? അവിടം തൊട്ട് തുടങ്ങിയ ഫൈറ്റാണ്. പിന്നെ ഒന്നും രണ്ടും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറച്ചിലായി. പോടി, നീ ഇവിടുന്ന് പോടിയെന്ന്, കിച്ചണിൽ നിന്ന് പോടിയെന്ന് റെന ഫാത്തിമയുടെ അടുത്ത് ഒനീൽ പറയുന്നുണ്ട്. അപ്പോൾ റെന നേരെ തിരിച്ച് നീ പോടാ. അപ്പോൾ സാബുവും ചോദിക്കുന്നുണ്ട്, നിനക്കെന്ത് ടാലൻ്റാണ് ഉള്ളത്? നീ വെറും യൂസ്ലെസ് കീടാണുമാണ്, നീ വെറും യൂസ്ലെസ് ജെന്നാൽഫ കീടാണുമാണ്, നിനക്ക് ഒരു ടാലൻറ്റും ഇല്ലാത്ത, ഒരു കഴിവും ഇല്ലാത്ത ഒരു ആളാണ് നീ. വെറുതെ ചൊറിയാൻ വേണ്ടിയിട്ട്, ഞങ്ങളെ ശല്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നീ ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് റെനയുടെ മുഖത്ത് നോക്കി പറയുന്നു. റെനയ്ക്ക് അവസാനം ഇതൊക്കെ കേട്ടിട്ട് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയായി. ആ സമയത്താണ് റെന ഒരു കാടങ്ങിറങ്ങുന്നത്. എന്തിനാണ് ചേട്ടാ ഭക്ഷണത്തിൻ്റെ പേരിൽ എന്നോട് കണക്ക് പറയുന്നത്? വളരെ മോശമായി പോയി കേട്ടോ. എനിക്കിവിടെ ഒരു ഭക്ഷണം പോലും എന്ന് പറഞ്ഞുകൊണ്ട് ഭക്ഷണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവാണ്. ഭക്ഷണത്തിൻ്റെ പേരിൽ കണക്ക് പറഞ്ഞു ഒനീൽ സാബു എന്ന് പറഞ്ഞ് വരുത്തി തീർക്കാനാണോ ശ്രമം എന്നറിയത്തില്ല. റെന ഫാത്തിമയുടെ ഭാഗത്ത് അവിടെ ഒരു ന്യായം ഉള്ളതായിട്ട് കാണുന്നില്ല. വെറുതെ അനാവശ്യമായിട്ട് കിച്ചൺ ഏരിയയിൽ ചെന്ന് അവരോട് ചൊറിഞ്ഞ് അവരുടെ കടി മേടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അവസാനം ഒന്നും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നപ്പോഴത്തേനും ഫുഡ് കൊടുത്തില്ല, ഫുഡിന് കണക്ക് പറഞ്ഞു എന്ന് പറഞ്ഞ ഒരു കാടങ്ങ് ഇറക്കി വിട്ടു. അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. നിങ്ങൾ ഈ ഒരു ലൈവ് കണ്ടിട്ടുണ്ടെങ്കിൽ റെന ഫാത്തിമയുടെ ഭാഗത്താണ് ഒനീൽ സാബുവിൻ്റെ ഭാഗത്താണ് ന്യായമെന്ന് നിങ്ങളൊന്ന് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. ബിഗ് ബോസിൻ്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.